ഇന്ത്യൻ പാസ്പോർട്ടിനായി അപേക്ഷിക്കുമ്പോൾ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മാറ്റം വരികയാണ്. 2023 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ചവർക്കായിട്ടാണ് നിങ്ങൾ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ബർത്ത് പ്രൂഫായി നൽകേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റുകൾ മാത്രമായിരിക്കും. അതുമാത്രമേ അംഗീകൃത ബർത്ത് പ്രൂഫായിട്ട് അംഗീകരിക്കുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ഈ ഒരു മാറ്റമാണ് ഇനി നടപ്പാകാൻ പോകുന്നത്. നേരത്തെ ബർത്ത് പ്രൂഫായിട്ട് നമ്മളൊക്കെ നൽകിയിരുന്നത് ഒരുപക്ഷെ പാൻ കാർഡോ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള രേഖകളായിരിക്കും, വിവിധങ്ങളായിട്ടുള്ള രേഖകളായിരിക്കും. എന്നാൽ 2023 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ചവർക്ക് പാസ്പോർട്ടിനായി അപേക്ഷിക്കുമ്പോൾ തീർച്ചയായും ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലാതെ മറ്റൊരു രേഖയും ബർത്ത് പ്രൂഫായി പരിഗണിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ തീയതിക്ക് മുൻപ് ജനിച്ചവർക്ക് ഈ പാൻ കാർഡോ ആധാർ കാർഡോ ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെയുള്ള രേഖകൾ ബർത്ത് പ്രൂഫായിട്ട് തുടർന്നും നൽകാം എന്നുള്ള ഒരു ഇളവ് കൂടി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2023 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ചവർക്കായി പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ ബർത്ത് പ്രൂഫായി മാൻഡേറ്ററി ആയിട്ട് നമ്മൾ നൽകേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കണം എന്നാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഇപ്പോൾ അറിയിക്കുന്നത്.